ഹലോ, വെൽക്കം ടു സ്വീ കഫേ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നാളെ എനിക്ക് ഒരു വലിയ ഓർഡർ ഉണ്ട്. ഒരു 50 പേർക്കുള്ള സദ്യയാണ്. അതിനുള്ള വെജിറ്റബിൾസാണത്. അതിലെല്ലാം ഉണ്ട്. പൈനാപ്പിൾ പച്ചടി, അവിയൽ, സാമ്പാർ, ഓലൻ, കൂട്ടുകറി, മസാലക്കറി, പിന്നെ തോരൻ, അങ്ങനെ പറയുന്ന എല്ലാ ഇതും കറികളും ഉണ്ട്. ഇഞ്ചിപ്പുളി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചിപ്പുളി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗോതമ്പ് പായസം. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയാലേ നാളേക്ക് ആവുള്ളൂ. കാരണം രാവിലെ 11 മണിക്ക് കൊടുക്കേണ്ടതാണ്. ഒരു ബേബിയുടെ 56 ദിവസത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഇത്രയും ഇതുള്ളപ്പോൾ പ്രത്യേകിച്ചുള്ള വിശകലനത്തിനുള്ള സമയമില്ല. അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്വീ കഫേ. ബാക്കി സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നാളെ ആ വ്ലോഗ് പൂർത്തീകരിക്കുന്നതാണ്. ഈ വെള്ളം പോലെയാണ്. ഇത് കുറുക്കണമെങ്കിൽ ഇതിനൊരു മിനുക്ക് പണി ആവശ്യമാണ്. ഉലുവയും ഉഴുന്നും പ്രത്യേക തരത്തിലൊരു വറുത്ത് പൊടിച്ച് ഇതിൽ ചേർക്കുക. അപ്പോൾ ഇത് കുറുകും. പിന്നെ കുറച്ച് ഇപ്പത്തിരി മധുരത്തിൻ്റെ കുറവുണ്ട്, നോക്കിയിട്ട് കുറച്ചും കൂടെ മധുരം ചേർക്കാം. ഇതാണ് ആ പൗഡർ. ഇതിൽ ഏകദേശം പകുതിയോളം ഇതിൽ ചേർക്കും ഞാൻ. അപ്പോഴിത് കുറുകി വരുള്ളൂ. നല്ല ഇഞ്ചിപ്പുളിക്ക് നല്ല വാസനയും നല്ല രുചിയും ഒക്കെ ഉണ്ടാവും. ഇരുന്നിരുന്ന് അതങ്ങനെ കുറുകിക്കോളും. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ചുകൂടെ വെല്ലവും ഇട്ടിട്ട് അങ്ങനെ അടച്ച് വയ്ക്കും. ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ച് വയ്ക്കും. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും കറക്റ്റ് പരുവത്തിലാവും. വെൽക്കം ബാക്ക് ടു സ്വീ കഫേ. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അതിപ്പം എല്ലാം തീർന്നിട്ടേ ഉള്ളൂ. 60 പേർക്കുള്ള ഊണാണ്. ഇത് ഊണ്, സാമ്പാർ, ഇത് പായസം, ഗോതമ്പ് പായസം. ഇനി ബാക്കിയുള്ളത് ഇത് കൂട്ടുകറി, അവിയൽ, ഇഞ്ചിപ്പുളി, പൈനാപ്പിൾ പച്ചടി, മത്തനോലൻ, മസാലക്കറി, തോരൻ, പിന്നെ ഉപ്പുപരിപ്പ്, രസം, അച്ചാറ്, മോര്, പിന്നെ പപ്പടം. ഇതൊരു കുഞ്ഞുകുട്ടിയുടെ 56 ഫംഗ്ഷനാണ്. പിന്നെ ഇതിന് മേശവിരി, ഗ്ലാസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്.